കോച്ചിനെ പിന്തുടർന്നാൽ കോച്ചാകും. ഡേ 11 ഓഫ് 90 ഡേയ്സ് ചലഞ്ച്. രാവിലെ എണീറ്റു പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്തു, വെയിറ്റ് നോക്കി, കഴിക്കാനുള്ള ന്യൂട്രീഷൻ ഫുഡുകളൊക്കെ തയ്യാറായി. ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ജേണൽ കംപ്ലീറ്റ് ചെയ്തു. മകളും ഒന്നിച്ച് ഫ്രഷ് കുടിച്ചു, ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു. ശേഷം മൂത്തവളെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി നേരെ പിടിച്ചു മാസ് എൻട്രി ആയിട്ട് ക്ലബിലേക്ക്. ഇന്ന് എഡ്യൂക്കേഷൻ സെഷനിൽ ശരണ്യ മിസ്സിന്റെ സെഷൻ ആയിരുന്നു. അവർ ഹെർബാലൈഫ് കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള കാരണമായിരുന്നു പറഞ്ഞത്. എന്തിന് ഈ കമ്മ്യൂണിറ്റിയിൽ തുടരണമെന്ന് വളരെ ലളിതമായി തന്നെ അവർ ഉത്തരം പറഞ്ഞു. അതിനുശേഷം എല്ലാവരും ഫീഡ്ബാക്ക് അവനവന്റെ രീതിയിൽ അവതരിപ്പിച്ചു, കൂടെ ഷെക്കി മേഡവും. അതിനിടയിൽ ഹബീബ കുട്ടിക്ക് ന്യൂട്രീഷൻ ഡൈനോ ഷേക്ക് കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ കോച്ച് കുട്ടിയെ കൊളാജൻ കട്ടെ എന്ന് വിളിച്ച് കളിപ്പിക്കുന്നു. ക്ലബ് ടൈം കഴിഞ്ഞ് ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റിക്ക് ഇറങ്ങി. ആക്ടിവിറ്റിക്കിടയിൽ മകളുമായിട്ട് കുറച്ചു നേരം കളിച്ചു നിന്നു. അപ്പോഴത്തേക്കും ജുമായുടെ ടൈമായി. നമസ്കാരം കഴിഞ്ഞ് കോച്ചിനെ അനുധാവനം ചെയ്ത് ഒപ്പം നിന്ന് ഒരു ഫോട്ടോക്ക് പോസും. ഈവനിങ് ആയപ്പോൾ വെൽനസ് കോച്ച് രമ ചേച്ചിയുടെ മകളുടെ വിവാഹത്തിന് പോയി. അതും മഹാഭാഗ്യം. കോച്ചും ഒന്നിച്ച് കുറെ രസിച്ചും കളിച്ചും ഞങ്ങൾ യാത്ര പോയി. ഇതാണ് ഇന്നത്തെ പ്രോഗ്രസ് ഫോട്ടോ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ്റെ ഭാര്യയുടെ ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം ആദ്യമായി ഒരു സെൽഫി പോസിന് നിന്ന് തന്നു. താങ്ക്സ് ഗോഡ്. നാളെ